രാഹുൽ ഈശ്വർ, നിങ്ങളെ എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. നിങ്ങൾ ഈ സെക്കുലർ ആവരുത്, ഈ സെക്കുലറിസം കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരന്, ഒരു KSUവിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്ത്. പക്ഷേ ഞാൻ RSSലും BJPയിലും വർക്ക് ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന്റെ ഫോൺ കോളാണ്. പണ്ട് കരുണാകരൻ സാറിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഹിന്ദുവായ വ്യക്തി. യഥാർത്ഥത്തിൽ എല്ലാ ഹിന്ദുക്കളും, വിശിഷ്യ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കേണ്ട സംഭാഷണമാണ്. ഇവരാണ് പലപ്പോഴും വലതുപക്ഷത്തേക്ക് പോകുന്നത്. വലതുപക്ഷം കുഴപ്പമില്ല, പക്ഷെ തീവ്ര വലതുപക്ഷത്തേക്ക് പോകാതെ ഇവരെ മധ്യത്തിൽ നിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങൾ പണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി നല്ല നിലപാടെടുത്തിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നും ഞാൻ ഇടപെട അതെടുക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ വേണ്ടി നിലപാടെടുക്കും. അപ്പൊ ഈ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ അല്ല, അവര്, അതായത് അവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെന്ന് പേരെടുത്ത് പറയില്ല, ക്രിസ്ത്യാനി എന്ന് പേരെടുത്ത് പറയില്ല, അവര് എന്ന് പറയും. അറിഞ്ഞോ അറിയാതെയോ അപരനെ തിരയുന്ന, ശത്രുവിനെ തിരയുന്ന സാധാരണ ഒരു സവർണ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. ഇവരുടെ സൈക്കോളജി മനസ്സിലാക്കി ഇവരെ മുഖ്യധാരയിൽ നിർത്തണം. അതാണ് ഗാന്ധിജി അന്ന് ചെയ്തത്. അതായത് പലപ്പോഴും വഴിതെറ്റി തീവ്ര വലതിലേക്കോ അല്ലെങ്കിൽ വലതിന്റെ തെറ്റായ നയനങ്ങളിലേക്കോ പോകുന്ന ഇവരെ ഒരു മധ്യ വലതിലേക്കോ മധ്യപക്ഷത്തിലേക്കോ നിർത്തണം. വളരെ രസകരമായ കോൺവെർസേഷനാണ്. ഓർക്കുക, പണ്ട് KSUക്കാരനായിരുന്നു, കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പക്ഷേ മതേതരത്വമൊക്കെ ഓക്കെ, സെക്കുലറിസം ഒക്കെ ഓക്കെ, പക്ഷേ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇവരാണ് യഥാർത്ഥ ഹിന്ദു പ്രശ്നങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടത്. ആ കോൺവെർസേഷൻ ഒന്ന് കേൾക്കാം. കാര്യങ്ങളിലൂടെ എനിക്ക് അങ്ങോട്ടൊരു വിയോജിപ്പുകളുണ്ട്. എന്താ രാഹുൽ ഒരു എല്ലാവരും ഈ സർക്കുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ, എനിക്ക് പഴയ ഒരു രാഹുലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ രാഹുല്, ഞാൻ ആദ്യമായിട്ട് രാഹുലിനെ എപ്പോഴാണ് ശ്രദ്ധിച്ചതെന്ന് അറിയാമോ? രാഹുൽ ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു പൂജ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ. അന്നാണ് ഞാൻ ഈ രാഹുലിനെ എനിക്കറിയാം. പിന്നെ ശബരിമലയിലേക്ക്, പിന്നെ ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ സംഖ്യങ്ങൾ, ഞാനൊരു ദേശഭക്തിവാദി, ഞാനൊരു എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാൻ തിരുവനന്തപുരത്താണ്, പാപ്പനംകോടാണ് എൻ്റെ സ്ഥലം. ഇപ്പൊ ഞാൻ എറണാകുളത്താണ്. എന്താ ഈ രാഹുലിന് എന്താ ഈ നിലപാട് മാറ്റാനോ എന്താണ് എനിക്ക് മനസ്സിലാവും. എന്താ നിലപാട് മാറിയത്? അതിനുശേഷം ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം ചെയ്തിപ്പോയതാരാണ്? ഞാൻ തന്നെ. എല്ലാം രാഹുൽ തന്നെയാണ്. എനിക്ക് അതിനൊക്കെ രാഹുലിനോട്, എനിക്ക് രാഹുൽ അതാണ് പറയുന്നത്. നമുക്ക് രാഹുലിനൊരു ചിന്താഗതി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുസ്ലിം വിരോധം, ക്രിസ്തു വിരോധം, ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയിട്ടുള്ള സാധനങ്ങളാണ്. അതാണ് ഇപ്പോഴും ഇങ്ങനെ തികട്ടി പൊളിക്കുന്നത്. അതൊന്നുമല്ല നമ്മുടെ നാട്ടില് നമ്മുടെ സ്വന്തം ഹിന്ദുക്കളിലെ പിന്നോക്കക്കാരോട് മൃഗങ്ങളെക്കാൾ മോശമായിട്ടായിരുന്നു നമ്മൾ പെരുമാറിയിരുന്നത്. തീർച്ചയായിട്ടും. വിവേകാനന്ദ സ്വാമി ഒന്ന് നിനക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, രാവിലെ പോലുള്ള ആയിരുന്നില്ല. അതൊക്കെ എനിക്ക് അറിയാൻ രാവിലെ. പക്ഷെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ സെലക്റ്റീവായിട്ട് രാവിലെ വന്ദേ മാതരത്തിന്റെ കേസ് ഞാൻ പറഞ്ഞപ്പോ ഇന്ന് ചെയ്തു, ഞാൻ ഇട്ടു, ഇന്ന് കണ്ടു, ഞാനത് കണ്ടു. പക്ഷെ എന്നാലും ഈ നമ്മളിപ്പോ ഈ വരികൾ കൂട്ടിച്ചേർത്ത വരികളിൽ നമുക്കൊരു ഭാരതത്തിനൊരു സംസ്കാരം ഇല്ലേ രാവിലെ? ഭാരതത്തിലുള്ള സംസ്കാരം ഹിന്ദു സംസ്കാരം മാത്രമാണോ? അല്ല, അത് പിന്നീട് വന്നു ചേർന്ന സംസ്കാരമാണ്. ഞാൻ അതിലൊന്നും എല്ലാരും ഈ ഉൾക്കൊള്ളുന്ന ആരാണ്? വസുദൈവ കുടുംബം എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിക്കുന്ന തത്വത്തിൽ നമ്മൾ എല്ലാരും ഉൾക്കൊണ്ടല്ലേ പോകുന്നേ. അവരാരെ ഇവിടെ ഉൾക്കൊള്ളാതെ ആദ്യത്തെ സംസാരിക്കാമല്ലോ? ഞാൻ എനിക്ക് രാഹുലിനോട് സംസാരിക്കാം, എനിക്ക് ഭയങ്കര ഒന്ന്, നമ്മൾ ആരെ ഉൾക്കൊള്ളുന്നതല്ല, അത് ഈ നാടിന്റെ മഹത്വമാണ്. നമ്മൾ ഇന്ന് വിളിക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ ഒരു വലിയ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ വലിയൊരു സിവിലൈസേഷൻ ഇവിടെ നിലനിന്നിരുന്നുണ്ട്. സംസ്കൃതം ഉണ്ടാകുന്നതിന് മുമ്പ്, വേദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാടിന് വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മഹത്വമാണ്, നമ്മുടെ വിശാല മനസ്കത കൊണ്ട് നമ്മൾ എല്ലാരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഉൾക്കൊള്ളുന്നല്ല, എല്ലാവരും വന്ന് അതുപോലെ നമ്മൾ ഈ ഉൾക്കൊള്ളുന്ന പറഞ്ഞാൽ നമ്മളും വന്നതാ. നമ്മളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും, അതായത് അവിടെ നിന്നാണ് നമ്മള് ഹിന്ദുക്കള് അടിസ്ഥാനപരമായി കേൾക്കുന്നതിന്റെ തെറ്റാ. ഞാൻ ഒറ്റ വരി പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ മോദിജി ഇഷ്ടമാണല്ലോ, മോദിജി പറഞ്ഞ വിശ്വസിക്കുമല്ലോ. രാഹുലിന് മോദിജി ഇഷ്ടമില്ലേ? എനിക്ക് മോദിജി ഇഷ്ടമാണ്ടോ പറയണേ? സാക്ഷാൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷ തമിഴാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ നമ്മൾ ശിലായുഗത്തിൽ വലിയൊരു കല്ലുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ സംസ്കൃത ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഈ സാധനം വിട്ടുകഴിഞ്ഞ്, ഈ സാധനം മനസ്സിലാക്കി കഴിഞ്ഞാലേ പിന്നീട് ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം അതിനോട് ചോദിക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുന്നവരിതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പല ഇതുണ്ടെങ്കിലും വേദമാണല്ലോ നമ്മളെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ വേദം എന്ന് പറയുന്നത്, നമ്മള് ഇപ്പൊ രാഹുൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അറിയുന്ന പറഞ്ഞാൽ നമ്മളെ ഋഗ്വേദമാണ്.
നമ്മൾ ഈ ഋഗ്വേദത്തിൽ പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മളിപ്പോ ആരാധിക്കുന്നത്. അത് ഒരു ഒന്നാമത്തെ കാര്യം ആണോ? ഉം. ഞാൻ വിശ്വസിക്കുന്ന പരമപ്രധാനം, ഞാനിപ്പോ ലൈവായിട്ട് കാണുന്ന ദൈവം എന്ന് പറയുന്നത് സൂര്യനെ മാത്രമാണ്. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ രാവിലെ പറയുന്നതൊക്കെ ഇതൊക്കെ നമ്മൾ കേട്ട് സങ്കല്പമാണ് ഓരോന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ പ്രസന്റിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രകാശം തരുന്ന നമ്മുടെ മദർ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനാണ്. അല്ലേ? ആണല്ലോ. സൂര്യൻ ഇത് നമ്മൾ ഇങ്ങനെ സ്പേസ് ആയിട്ട് പോകുന്നു, ഇത് വേറെ ഭൂമികളുണ്ടെന്നൊക്കെ ഉണ്ട്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എനിക്ക് രാഹുലിന്റെ നിലപാടുകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മളെ ഭാരതത്തിന്റെ ഒരു 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 സംസ്കാരം ഉണ്ടല്ലോ, ഭാരതത്തിന്റെ സംസ്കാരം എല്ലാരും ഉൾക്കൊള്ളുന്ന സംസ്കാരം മുസ്ലിവും തന്നെയാണ് രാഹുലെ. ഞാൻ എല്ലാരും ഉള്ള സംസ്കാരമാണ്. ആണ് ഇതിപ്പോ താങ്കളും ഞാനും ഒക്കെ എനിക്ക് ലൈൻ അറിയാവുന്നോണ്ട് പറയുക, നമ്മൾ അറിയാതെ ചെയ്യുന്നത് എന്താ അറിയാമോ? നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞ് സവർണ ഹിന്ദു സംസ്കാരത്തിനെ എടുക്കും, എന്നിട്ട് അതിന്റെ പുറത്ത് ഹിന്ദു എന്നൊരു മുഖംമൂടി ഇടും, അതിന്റെ പുറത്ത് ഇന്ത്യ എന്നൊരു മുഖംമൂടി ഇടും. അതിനുശേഷം ലോക സംസ്ഥ സുനോബോധു നിധി വെക്കും. ഞാൻ തിരിച്ചു ചോദിക്കാം, ഞാൻ അങ്ങ് ലോക സംസ്ഥ സുനോബോധം തരുന്ന ആളല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിലും ലോക സംസ്ഥ സുനോബോധം ഉണ്ടായിരുന്നല്ലോ. കൂടെയുള്ള കൂടെയുള്ള പിന്നോക്കക്കാരനെ അമ്പലത്തിന്റെ ഫ്രണ്ടിലൂടെ വഴി നടക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഈ ലോകം. ഇതെല്ലാം നമ്മൾ വൈക്കം സത്യാഗ്രഹം. രാഹുലിന്റെ സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടമാണ്. രാഹുലിന് നല്ല ഇതിൽ പോകും. എനിക്ക് അന്ധമായിട്ട് എന്താന്ന് പറയാം, രാഹുൽ ഈ BJP RSS അങ്ങനൊക്കെ എടുത്ത് മെൻഷൻ ചെയ്ത് പറയുമ്പം, അങ്ങനെ പറയുന്നതിനോടാണ് എനിക്ക് ഞാൻ തിരിച്ചൊരു കൗതുകം പറയട്ടെ. ഞാൻ ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ ഒരു പക്ഷെ അത്ഭുതം തോന്നും. ഞാൻ ഈ പറയുന്ന നിലപാടുകൾ, ഉദാഹരണം യൂണിഫോം, സിവിൽ കോഡ് അടക്കമുള്ള നിലപാടുകൾ RSSന്റെ സർപ്പഞ്ചായ ഗുരുജി ഗോൾവൽക്കറുടെ നിലപാടാണ്. എനിക്ക് പറയുന്നത്. രാഹുലിനെ മനസ്സിലാക്കാത്തവരും ഉണ്ട്. ഒരു വിവരമുള്ള കാര്യങ്ങളിൽ ഞാൻ കറക്റ്റായിട്ട് പറയും, ഇയാൾ വന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാറില്ല. ഞാൻ തന്നെ എന്തൊക്കെ കമന്റ് ഇടും, അത് സ്വാഭാവികമായിട്ട് അത് എന്നിലുള്ള ഒരു ദേശഭക്തിയുടെ അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള എന്തോ ആയിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, ഞാനൊരു ഒരു നല്ലൊരു ഫ്യൂച്ചർ നല്ല രീതിയിൽ ഗാന്ധിജിയെ കുറിച്ചുള്ള അഭിപ്രായം. പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് സ്കൂളിൽ പഠിച്ചുള്ള അറിവൊക്കെ ഉള്ള ഈ സത്യാഗ്രഹത്തിനൊക്കെ പോയി എനിക്ക് പുള്ളിയുടെ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ പുള്ളിയുടെ ഭാഗത്ത് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളെ ഒന്ന് ഈ ഭാഷാടിസ്ഥാനത്തിൽ ഇത് രൂപീകൃതമായ സമയത്ത് നമ്മുടെ ഈ തെലുങ്ക് എന്ന് പറയുന്ന സംസ്ഥാനം വേണം, അന്ന് അവിടെ ഭയങ്കര വ്യാപകമായ ഒരു 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 ഭയങ്കര ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിഭജനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ട്രാവലിംഗിൽ ഏതാണ്ട് 1 ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക്. ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ പല സ്ഥലത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട്, അങ്ങനെ അതാണ് അതൊക്കെ ഒരുപാട് പേര് മറച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് ഈ സർക്കുലേഷൻ ഒക്കെ നടത്തുന്ന. അതെ, അതായത് മതേതരത്വമൊക്കെ ഉള്ള നമ്മൾ രാജ്യത്തെ എന്തിനു വിഭജിച്ചു എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയട്ടെ. ഇന്ത്യ വിഭജനത്തെ അവസാനം വരെ എതിർത്ത കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലൊന്നാണ് ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധി, രണ്ടാണ് മുസ്ലിം സ്കോളറായ മൗലാന അബുൽ കലാം ആസാദ്, പിന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അടക്കമുള്ള ജിന്ന അതൊക്കെ ആരെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് പാകിസ്ഥാന്റെ ഫാദറാണ്. ജിന്ന ഒരു കാലത്ത് ഗാന്ധിജിയേക്കാൾ വലിയ സോക്കോൾഡ് മതേതരവാദിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മുസ്ലിങ്ങളെ എണീച്ചു ചൊറിഞ്ഞാൽ, എല്ലാ ദിവസവും മുസ്ലിങ്ങളെ അരക്ഷിതമായി ഫീൽ ചെയ്ത ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മടുക്കും. ഇന്നത്തെ ഹിന്ദുത്വവാദികൾ ചെയ്യുന്ന അത് തന്നെയാണ്. അതിന് ചൊറിയാതിരുന്നാൽ അതാണ് രാഹുലിന് നല്ല നേതൃനിരയെ കൊണ്ട് ഇയാളൊക്കെ കയറി വരണം. ഇയാളൊക്കെ പോലുള്ള ആൾക്കാർ എനിക്കതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ചില കാര്യങ്ങളിൽ ഒരു പോയിന്റ് എടുത്തു അങ്ങനാകുമ്പോഴേ അത് കുറച്ചുകൂടി ഒരു ലേണിംഗ് ആയി. ഇപ്പൊ ഗാന്ധിജിയുടെ എന്താ മിസ്അണ്ടർസ്റ്റാൻഡിങ്? ഗാന്ധിജിക്ക് നമുക്ക് യഥാർത്ഥ ചരിത്രങ്ങളൊന്നും നമ്മുടെ എല്ലാ ആൾക്കാർക്കും അറിയത്തില്ല രാഹുലെ, അതാണ് പ്രശ്നം. അല്ല, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഗാന്ധിജിക്ക് എന്തോ രാഷ്ട്രപിതാവാണെന്നുള്ളതും സബർമതി ആശ്രമം, ഒരുപാട് ദണ്ഡിയാത്ര, ഉപ്പ് സത്യാഗ്രഹം, അങ്ങനത്തെ ഒരുപാട് യാത്രകൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തളിയതും പണ്ട് ബ്രിട്ടീഷുകാർ എവിടോ ഇല്ല ട്രെയിനിൽ നിന്ന് പിടിച്ച് തള്ളിയിട്ട് സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. എന്റെ സത്യാന്വേഷണം എന്ന് പറഞ്ഞൊരു ബുക്ക് എന്റെ അത് ഞാൻ വായിച്ചിട്ടുണ്ട്.
അല്ല അത് ഞാൻ ഇങ്ങനെ നമ്മളെ എല്ലാരും പഠിക്കുന്ന പോലെ ജസ്റ്റ് ഞാനൊരു ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് അറിയാം. ഞാൻ ചോദിച്ചത് എന്താ ഗാന്ധിജിയോട് ഒരു എതിർപ്പുള്ള ഒരു ആംഗിൾ? എനിക്ക് ഗാന്ധിജിയോട് യാതൊരു എതിർപ്പില്ല. ഗാന്ധിജിയാണ് ഏറാമെന്ന് പറഞ്ഞ് മരിച്ച വ്യക്തിയാണ്. കാര്യം അതുപോലെ രഘുപതി അങ്ങനെ പാടുന്നതാണ്. പക്ഷെ പുള്ളി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുള്ളിയോട് ഞാൻ രാഹുലിന്റെ കയ്യിൽ ടാറ്റു ഒക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ മനുഷ്യന് ഞാൻ വേറെ ആരെയും മഹാത്മാഗാന്ധി ടാറ്റു കുത്തിയ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. അതെ ചോദിച്ചതേ, അതെ ഗാന്ധിജിയോട് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഗാന്ധിജിയോട് വിയോജിപ്പില്ല, എനിക്ക് ഈ നെഹ്റുവിനോട് വിയോജിപ്പുണ്ട്. വിയോജിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ഗാന്ധിജി ചെയ്ത കണക്കത്തുള്ള സംഭാവനകളൊന്നും നെഹ്റു ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ അംബാനിയെ പോലെയൊക്കെ താരതമ്യപ്പെടുത്തേണ്ട ഒരു വ്യക്തിയാണ്. ആ സമയം ഈ ഞാൻ കേട്ടറിവ് വെച്ചാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാരോട് ഈ നെഹ്റുവിന്റെ അച്ഛൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ത്യ ഞങ്ങളിലോട്ട് ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് എത്ര രൂപ വേണം എന്ന് ചോദിച്ചെന്നൊക്കെ ഉള്ളൊരു എവിടെ ഞാൻ വായിച്ചാണൊക്കെ ചോദിച്ചോട്ടെ, ലോകത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന നെഹ്റുജിയുടെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അങ്ങനെ ചോദിക്കുവോ? അതൊക്കെ വെറും വാട്സപ്പിൽ വരുന്ന കഥകളല്ല. അല്ലല്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ മാത്രമല്ല ഈ നെഹ്റുവിനൊക്കെ ഈ നേതൃനിരയിലൊക്കെ വരാനുള്ള ഇതുണ്ടോ? നെഹ്റു എനിക്ക് കൂടുതൽ വർഷം നമ്മുടെ നാടിന് വേണ്ടി എത്രയോ വർഷം നമ്മുടെ നാടിന് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ അദ്ദേഹത്തിന് എന്തിനൊക്കെ അസുഖം വന്നാൽ മരിച്ചെന്നൊക്കെ ഉള്ള അതൊക്കെ ഈ സുബ്രഹ്മണ്യ സ്വാമി പറയണ പച്ച കള്ളമല്ലേ? അല്ല, അത് അറിയത്തില്ല, ഇങ്ങനെ കള്ളമല്ലേ സുബ്രഹ്മണ്യ സ്വാമി പറയണത്? മോഡിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. മോഡിയെ ഏതോ ലേഡിയും ചേർത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നരേന്ദ്രമോദിജിയെ കുറിച്ച് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് അതാണ് ഇതിലും മോശമായിട്ടൊരു സ്ത്രീയെ പറ്റി പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത് തീവ്ര ഹിന്ദുത്വമാണോ? ഞാൻ ഇനി തിരിച്ച് അങ്ങയുടെ മനസ്സിലുള്ള ചിന്ത എന്താന്ന് അങ്ങോട്ട് പറയാം. അതായത് രാഹുൽ ഈശ്വർ പണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്നു. ഇപ്പോ ഇല്ല, രാഹുൽ ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഇപ്പോഴും ആർക്കു വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? അതെ, ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുമിച്ചാ നിൽക്കുന്നു. എല്ലാവർക്കും വേണ്ടി. ഞാൻ തിരിച്ച് ഒരു 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. നമ്മുടെ അയ്യപ്പ സ്വാമി ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല, അല്ലെ? ഈ ശബരിമല അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമായ വാവരാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് കേട്ടറ വലിയ രാവിലെ നമ്മളിപ്പോ ഞാനും അയ്യപ്പനെ കണ്ട് പരിചയം ശീലമില്ലല്ലോ. ഒരു സ്വാമി ശരണം, അയ്യപ്പ സ്വാമി ശരണം എന്നും പറഞ്ഞ് നമ്മളെ ആ മത സൗഹാർദ്ദം അവിടെ നിൽക്കാൻ വേണ്ടി നമ്മൾ അതനുസരിച്ച് നമ്മൾ നല്ലേലി അങ്ങനെ ഒരാൾ അവിടെ ഉള്ളപ്പോ മുസ്ലിം സഹോദരങ്ങളും നമ്മളുടെ പള്ളി അമ്പല അവരിൽ ഇത് കയറുന്നതും ഒക്കെ അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അതിലൊന്നും ഞാൻ എതിരല്ല. എന്ത് കാര്യത്തിനാ താങ്കൾക്ക് എതിര് തോന്നിയത്? അല്ല, എനിക്ക് രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ രാഹുൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഒരു നല്ലൊരു BJP ഒരു പ്രവർത്തകനായി. എന്താ BJP ഇഷ്ടം? എന്തുകൊണ്ട് കോൺഗ്രസ് പാടില്ല, അല്ലെങ്കിൽ CPM പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ KSU ഇലക്ഷൻ മത്സരിച്ച് 7 വോട്ടിന് ജയിച്ച ഒരാളാണ് നെടുമങ്ങാട് പോളിടെക്നിക്കില്. ഞാൻ ഏറ്റവും കൂടുതൽ കെ കരുണാകരനെ സ്നേഹിക്കുന്നതും കരുണാകരനും മുരളീധരനുമായിട്ടൊക്കെ വളരെ അടുത്തും ഒക്കെ വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഇനി എനിക്ക് ഞാനൊരു BJP സ്നേഹിക്കുന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ രാഹുലിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യം. എന്തുകൊണ്ടാണ് രാഹുലിന് എനിക്ക് തോന്നിയത് രാഹുൽ പ്രവർത്തിക്കേണ്ടതിരുന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു RSS അങ്ങനെ ഒരു ലെവലിൽ. എന്തുകൊണ്ട് കോൺഗ്രസ് മുമ്പത്തെ രാഹുലിനൊരു നിലപാട് മുമ്പ് ഉണ്ടായിരുന്നില്ല. രാഹുലിനെ നിലപാടാണ് ഇന്നും. പക്ഷേ അത് ഹിന്ദു എന്ന് പറയുന്ന നിലപാടും BJP യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞൊരു സംഭവം ഈ ലോകത്തില്ല. അത് വേറൊരു കാര്യം. എപ്പോഴും നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞാനും താങ്കളൊക്കെ ഇല്ലേ, നമ്മൾ ലോകത്തില്ലേ ഹിന്ദു എന്ന സംഭവം? അത് ഈ ബ്രിട്ടീഷുകാരും നമ്മുടെ അവർ ഇട്ടപ്പേര്. നമുക്കൊരു സംസ്കാരം ഇല്ലേ. നമ്മൾ എന്താ പറയുന്നത്, നമ്മള് പ്രകൃതിയെയും ജലങ്ങളെ എല്ലാം നമ്മൾ ആരാധിച്ച് ജീവിക്കുന്ന ഒരു ഗോത്രവർഗ സമൂഹത്തിന് ഇപ്പൊ ഒരു സിനിമയുടെ ഡയലോഗ് നമ്മൾ ഹിന്ദു എന്നുള്ള പേര് വന്നേ ഉള്ളൂ. ഒരു മുരളി പറയുന്നതാണ് കറക്റ്റ്. മുരളി പറയുന്ന ഏറ്റവും വലിയ ഡയലോഗ്. ശരിക്കും പറഞ്ഞാലേ അങ്ങയുടെ ആ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സാധാരണ ഒരു മലയാളി ആറ്റിറ്റ്യൂഡ്. ഞാൻ 1 മിനിറ്റ് എടുക്കും. 1 മിനിറ്റ് എടുത്ത് യഥാർത്ഥത്തിൽ താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയങ്ങൾ പറയട്ടെ. താങ്കൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നതാണ്, ഏജുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ശരിക്കും താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ മലയാളികളാണല്ലോ, കേരളത്തിൽ ഹിന്ദുക്കൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഹിന്ദുക്കൾ ഐക്യമില്ലായ്മ. ശരി, വേറെ
വേറെ എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെന്നാലും ചിലപ്പോൾ രാഹുൽ പറയുന്നില്ലേ, രാഹുൽ ഒരു ബ്രാഹ്മണ സമുദായം, ഞാനൊരു നായർ സമുദായം, അല്ലെങ്കിൽ ഒരു ഈഴവ സമുദായം, ഞങ്ങൾ അച്ഛനും അമ്മ 2 സമുദായത്തിനെ കിട്ടി, അതുകൊണ്ടൊന്നും എനിക്ക് അങ്ങനെ തന്നെ ഇവിടെ ഈ ഐക്യമില്ലായ്മ ഇതിനെല്ലാം കാരണം. ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരു നിയമം കിട്ടുന്നില്ല. മനസ്സിലായി അല്ല, അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ BJPയുടെ പൊളിറ്റിക്കൽ ആംഗിൾ ആണ്. ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം ഐക്യമില്ലായ്മയുണ്ട്. യഥാർത്ഥത്തിൽ ഗാന്ധിജി എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു ഐക്യം ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു ചോദിക്കുക, സംവരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അതൊക്കെ അനാവശ്യമായിട്ടുള്ള, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. പഠിത്തത്തിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കണം. പിന്നെ പഴയതുപോലെ പണ്ട് ഈ പാവത്തങ്ങളെയൊക്കെ ഇവിടുത്തെ രാജാക്കന്മാരും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ പിന്നെ അതൊക്കെ ഞാനില്ല. ഒരു മുൻ DGP ഉണ്ടല്ലോ, എന്തായാലും പേര്, ഒരു സാറാണ്. സാർ അയാളെ കുറെ കാര്യങ്ങൾ നല്ല മനുഷ്യനാണ്, ഞാൻ കുറെ കേട്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഈ ഒഴുക്കി ഇങ്ങനെ ബ്രാഹ്മൺസ് ഒന്നും അങ്ങനെ ഈ ഒഴിക്കണമെന്നൊന്നും എന്നും പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് എഴുതിയതാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരിക്കലും നല്ല മനസ്സ്. പക്ഷെ നമ്മുടെ ഇടയിലെ ജാതി അനീതി ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. ഈ ജാതിയൊക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരല്ലേ രാഹുലെ? ഈ നമ്മൾ ഈ കാര്യം ചോദിച്ചോട്ടെ, ബ്രിട്ടീഷുകാരാണോ നമ്മുടെ പിന്നോക്കക്കാരെ അമ്പലത്തിൽ കയറാൻ സമ്മതിക്കാത്തത്? രാഹുൽ അതൊക്കെ ആ ചട്ടക്കൊടിയൊക്കെ പുറത്തു വന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ രാഹുലിനോട് ഓപ്പൺ ആയിട്ട് ഇപ്പൊ BJP ഗവൺമെന്റ് തെറ്റി തന്നെ. ഓരോരോ പോയിന്റ് ഒരു ഉദാഹരണമേ, ബ്രിട്ടീഷ് സർക്കാർ കാരണമാണോ നമ്മുടെ പിന്നോക്കക്കാരെ നമ്മുടെ അമ്പലങ്ങളിൽ കയറ്റായിരുന്നു? അല്ല, ഇവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വം ബ്രിട്ടീഷ് സർക്കാർ ഗുരുവാണോ? നമുക്ക് പ്രാന്താലയമാണെന്ന് പറഞ്ഞത്. അതെല്ലാം ഇവിടുത്തെ ആളുകളെ മനസ്സിന്റെ കാഴ്ചപ്പാട് കൊണ്ടാ. ഞാൻ രാഹുലിനെ പോലെ അതൊക്കെ ഞാൻ സമ്മതിക്കുന്ന രാഹുലെ, ഞാൻ അതിനൊന്നും. ഇനി ഞാൻ അങ്ങ് പറയണതേ, അങ്ങയുടെ കാഴ്ചപ്പാട് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയോട്ടെ. ഞാൻ 1-2 മിനിറ്റ് എടുത്ത് അങ്ങയുടെ കാഴ്ചപ്പാടിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറയട്ടെ. പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ പ്രശ്നമെന്ന് ഞാൻ കണക്ക് വെച്ച് പറയാം. അതായത് ഈ കണക്കെന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് കേരള ഗവൺമെന്റും മോദിജിയുടെ ഗവൺമെന്റും എടുക്കുന്ന കോടതികളിലുള്ള പോലീസുകാരുടെയിലുള്ള ആശുപത്രികളിലുള്ള രേഖയുടെ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ 3.5 കോടി മനുഷ്യരാണ്. നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യ, ഞാനും താങ്കളും അടക്കം മലയാളം സംസാരിക്കുന്നതെന്ന് പറയുന്ന ഏകദേശം 3.5 കോടി മലയാളികളാണ്. ഈ 3.5 കോടിയിൽ 55% നമ്മൾ ഹിന്ദുക്കൾ. അതൊക്കെ ഇപ്പൊ കുറഞ്ഞ 50 കാണും. 55 50-50 എന്നെടുത്തു, 50 എടുത്തോളൂ, കണക്കൂട്ട് എളുപ്പമായിട്ട്. 27 മുതൽ 29% വരെ മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. ഇതാണ് നമ്മൾ കേരളത്തിന്റെ ഔദ്യോഗിക കണക്ക്. ഇത് എല്ലാ വർഷവും എടുക്കുന്നതാണല്ലോ സെൻസസ്, അല്ലെങ്കിൽ എല്ലാ ദശാബ്ദത്തിലും സെൻസസ് എടുക്കുമല്ലോ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ എല്ലാ ദശാബ്ദവും എടുക്കും. ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമേ, ഈ 30 സെക്കൻഡേ ഞാൻ എടുക്കും. കേരളത്തിലെ ആ 30 സെക്കൻഡിനുള്ളിൽ ഇഫക്റ്റീവായിട്ട് ഞാൻ പറയുകയും ചെയ്യും. അത് ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിലുള്ള ആത്മഹത്യകളുടെ 90% നടക്കുന്നത് നമ്മൾ 50% ഹിന്ദുക്കളിലാണ്. കേരളത്തിലെ 83.7% മദ്യപാനത്തിന്റെ, ഒരർത്ഥത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം നടക്കുന്നത് നമ്മൾ ഹിന്ദുക്കളിലാണ്. കേരളത്തിലെ 85%-ലധികം കുടുംബ തകർച്ചകൾ നടക്കുന്നത് നമ്മൾ ഹിന്ദുക്കളിലാണ്. കേരളത്തിലെ 90% പ്രായമായവരുടെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മളാൽ. ബയോഡി അറിയിക്കുമെന്ന് ചോദിക്കുക, ഈ നട തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? പ്രായമായ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഇതൊരു ഒരു മുസ്ലിം സ്ത്രീയെ കൊണ്ട് ഒരു ഭീമാപ്പള്ളി കൊണ്ട് തള്ളുന്ന ഞാൻ കണ്ടിട്ടില്ല. പ്രായമായ അച്ഛനെ അമ്മയും നട തെള്ളുന്ന ഹിന്ദുക്കളുണ്ട്. ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ട്? ഇല്ല. ഇതൊക്കെ എനിക്ക് രാഹുലിന്റെ കാഴ്ചപ്പാടിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇനി അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നറിയാമോ? നമ്മൾ ഹിന്ദുക്കളിൽ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാകും. അതിലൂടെ അങ്ങ് നേരത്തെ പറഞ്ഞ ഹിന്ദുക്കളുടെ അനൈക്യവും സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാം. അതായത് ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും വളർന്നു വരുമ്പോൾ അവർ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഏകദേശം 1000 മണിക്കൂർ അവര് ബൈബിൾ പഠിക്കും, ഖുറാൻ. ഇതാണ് ഞാനിത് മനസ്സിലാക്കിയപ്പോൾ പ്രകാരം അത് നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല. പിള്ളേരെ ഫോർവേഡുകളാണ് ഈ ആർട്ടിക്കൽ പ്രകാരം പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. തീവ്ര സംഘി ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ അടിച്ചിറക്കുന്ന കഥയാണ്. ആർട്ടിക്കൽ 30 ഇത് പ്രകാരമാണോ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത്? അവർക്ക് ഞാൻ തിരിച്ചു ചോദിക്കാം. ഞാൻ തിരിച്ച് കുറച്ചുകൂടെ സിമ്പിളായി ചോദിക്കാം. നമ്മുടെ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മളെന്ന സംസ്കാരം ഉണ്ടായിട്ട് ഏകദേശം 5000 വർഷമായല്ലോ. 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ 50 സെക്കൻഡിൽ ഒരു ചോദ്യരൂപേണ താങ്കളോട് പറയാം.
ആഴ്ചയിൽ എല്ലാ ദിവസവും നോക്കാം അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്? നമ്മുടെ സൂര്യപുത്രൻ ആയിട്ടുള്ള ഒരു സങ്കല്പം വെച്ചൊരു സൺഡേ പോകും. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം വെള്ളിയാഴ്ച സഹോദരങ്ങൾ മറ്റൊരു ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ഹിന്ദുക്കൾ നമ്മുടെ അമ്പലങ്ങളിൽ ഒത്തുകൂടുന്നത്? അങ്ങനത്തെ ഉള്ള തീരുമാനമൊന്നും ഇല്ലല്ലോ, നമുക്ക് തോന്നുന്നില്ല. അങ്ങനത്തെയുള്ള ദിവസമോ ഇടമോ സമയമോ ഇല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളാണ്. ആത്മീയ പഠനമില്ല, രണ്ട് വിവരമില്ലായ്മയില്ല, വിവരമില്ലായ്മ, അതായത് അറിവില്ല. രണ്ട്, ആഴ്ചകൾ തോറുമുള്ള നമുക്ക് സത്സംഗങ്ങളില്ല. നമ്മൾ ക്രിസ്ത്യൻ വിരോധം കൊണ്ടും മുസ്ലിം വിരോധം കൊണ്ടും നമുക്ക് ഒരു ഗുണവുമില്ല, ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അവരെ ഞാൻ പറയുന്നത് പകരം അവരിലുള്ള നല്ല കാര്യങ്ങൾ നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ അവരും പരസ്പരം പങ്കുവെക്കാതെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? അത് സത്യം. അത് ഈ പറയുന്ന കണക്ക് അതിലൊക്കെ ഞാൻ യോജിപ്പുണ്ട്. പക്ഷേ കൗതുകമുള്ള ഒരു കാര്യം കൂടെ, അങ്ങനെ ഒരു പോയിന്റ് കൺവിൻസ് ചെയ്യാനായി ചോദിക്കാം. അങ്ങനെ ഒരു ഹിന്ദു വിശ്വാസി അല്ലെങ്കിൽ കുറച്ചൊരു ഹിന്ദു സ്പിരിറ്റ് ഒക്കെ ഉള്ള ഒരാളല്ലേ? രാഹുലും ആ സ്പിരിറ്റുള്ള ആൾ തന്നെ. 100% അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒറ്റ ചോദ്യം. അയ്യപ്പൻ ഉണ്ടല്ലോ, സ്വാമി അയ്യപ്പൻ ഏത് കാലത്താണ് ജീവിച്ചത്? അതെനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പന്തളമൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് എനിക്ക് ഈ ലേറ്റസ്റ്റ് പണ്ടുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മഹിഷാസുര കഥയൊക്കെ ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ വഴക്കമുണ്ടെന്ന് പറയാം. കണക്കല്ലോ കൃത്യമായിട്ട് അയ്യപ്പന് ഇപ്പൊ യേശു ക്രിസ്തു എത്ര കാലം മുമ്പാ ാണ് ഇവിടെ ഇസ്ലാം മത സ്ഥാപിതമായിട്ട് ഇത്രയും യേശു ക്രിസ്തു 2000 വർഷം മുമ്പാണ്. പ്രവാചകൻ മുഹമ്മദ് നബി ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ അയ്യപ്പ പോട്ടെ, ഓണം ആഘോഷിക്കുന്ന ആളല്ലേ നമ്മളെല്ലാരും. നമ്മളെല്ലാരും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും നിരീശ്വരവാദിയും എല്ലാം ഓണം ആഘോഷിക്കുമല്ലോ. ഈ മഹാബലി യഥാർത്ഥ മഹാബലി നമ്മുടെ നാട്ടിൽ മഹാബലിക്കര ഉണ്ടല്ലോ, അതാണ് മാവേലിക്കര. ഈ മഹാബലി ഏത് കാലത്താ ജീവിച്ചത്? മഹാബലിയുടെ അച്ഛന്റെ അമ്മയുടെയും പേരെന്താ? അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാബലി എന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റേ നരസിംഹത്തിന്റെ അവതാര സമയത്ത് പ്രഹ്ലാദന്റെ മകന്റെ മകൻ എന്നുള്ള ഒരു എന്നാണ്. പ്രഹ്ലാദന്റെ കൊച്ചു മഹാബലിയുടെ അച്ഛന്റെ പേരെന്താ? മഹാബലിയുടെ മകന്റെ പേരിൽ കേരളത്തിൽ ഒരു ഡാം ഉണ്ട്, ബാണാസുര സാഗർ ഡാം. എക്സാക്ട്. മഹാബലിയുടെ ഭാര്യയുടെ പേര് വിന്ധ്യാവലി, അച്ഛന്റെ പേര് മഹാബലിരോചനൻ, അമ്മയുടെ പേര് ദേവാംബ. ഇത് ഒരു സെക്കൻഡ് ഇനി ഇതാണ് പോയിന്റ്. ഇത് നമ്മൾ അറിയാതെ പോകുന്നത് ബായിക്ക് അയ്യപ്പനെ കുറിച്ച് എനിക്കും അറിയില്ല, സത്യം പറയാമല്ലോ. ശബരിമല അയ്യപ്പൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്നും ചരിത്രപരമായ വസ്തുതകൾ ഞാൻ സുപ്രീം കോടതിയിൽ കേസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ആത്മീയ പഠനവും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗവും ഇല്ലാതായി പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള പ്രശ്നം. ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മൾ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും നെഞ്ചത്ത് അങ്ങനെ ചൊറിയുന്നമാരെ എനിക്കും ഇഷ്ടമല്ല. ഞാനത് പറയുന്നത് ഞാൻ വിയോജിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് രാഹുൽ ഒരിക്കലും അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് ഇതല്ല. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഈ മതസൗഹാർദ്ദം ഞാൻ കാര്യം, നമ്മുടെ കൊടിയില് പോലും ഇന്ത്യയുടെ കൊടിയിലെ 3 നിറങ്ങൾ കുമോ അല്ലെങ്കിൽ കാവി, വെള്ള, പച്ച എന്ന് പറയുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ്. അങ്ങനെയാണ് ഈ കാവിക്ക് കളർ കൊടുത്ത മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, 13/4/1921 എഴുതി വെക്കുന്നത്. നമ്മുടെ അയ്യപ്പനെ എടുത്താൽ അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് വാവരാണ്, അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ എന്തെന്ന് അറിയാം, ഇവിടുത്തെ ചില ആൾക്കാരെ ഒരു കണ്ടന്റ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ തന്നെ അറിയാലോ, ഇപ്പൊ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരു വിവേചനമുണ്ട് രാഹുൽ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മോഹൻജി ഉദ്ദേശിച്ച കാര്യം നരേന്ദ്രമോദി അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ അത് അയാളെ ഒരു അല്ലല്ല ടി.ജി. മോഹൻദാസ് പറഞ്ഞ 2 കാര്യങ്ങളാണോ. ഒന്നാമത്തെ കാര്യം എന്താ അറിയാമോ? അവിടെ വരുന്ന പെൺകുട്ടികൾക്ക് റേപ്പ് ഇഷ്ടമാണ്. അയാൾ അത് പറഞ്ഞ ബലാത്സംഗമല്ലെങ്കിൽ കൂട്ട ബലാത്സംഗമാണ്. ഞാൻ വിയോജിക്കുന്നു. ജനതയിൽ തെറ്റ് തന്നെയാണ്. ഞാൻ തിരിച്ച് അങ്ങേക്ക് കപ്പാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. പക്ഷെ പെട്ടെന്ന് അങ്ങേക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഒരു ടി.ജി. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പ്രതിഷേധിക്കുന്ന ഹിന്ദു സ്ത്രീകളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ വേറെ ലെവലിൽ കലാപം ഉണ്ടാവും. അല്ല ഉണ്ടാവരുത്, പക്ഷെ ഉണ്ടാവും. അപ്പം ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണ്ടേ?
അയാളെ അറസ്റ്റ് ചെയ്തതിലൂടെ എനിക്ക് യാതൊരു വിയോജിപ്പില്ല. 100% ഞാൻ ആ പോലീസിന്റെ കൂടെ നിൽക്കും, അതെല്ലാം ചെയ്യും. പക്ഷെ അതേ സമാന ചിന്താഗതിയുള്ള ആൾക്കാരോടും ആ നിലപാട് കാണിക്കണമെന്നാണ് എന്റെ ആവശ്യം. ഇത് ഉറപ്പായിട്ട് വേണം. ആര് പറഞ്ഞു വേണ്ടത്? ആരാ പറയുന്നത് വേണ്ടെന്ന്? അതെ അതെ. അങ്ങനെ വേറെ ഏതെങ്കിലും മുസ്ലിമോ ക്രിസ്ത്യാനിയോ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രാവിലെ ഏതോ ഒരു 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 മുതലിയാരോ ഒരു 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 ആലപ്പുഴ ഒരു ചുമന്ന തൊപ്പി വെച്ച എനിക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ അയാളെ മനസ്സിൽ അയാൾ മതേതരവാദി ഒന്നും അല്ല കേട്ടോ. ഞാൻ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതേതരവാദികളല്ല, മത സൗഹാർദ്ദവാദികളാണ്. നമ്മൾ മതേതരവാദി ആവണ്ട. അവിടെയാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് തെറ്റുന്നത്. നമ്മുടെ മനസ്സിലെ ചിന്ത എന്താ അറിയാമോ? ഒന്നെങ്കിൽ നമ്മൾ മതേതരവാദിയാകണം, അല്ലെങ്കിൽ വർഗീയവാദിയാകണമെന്നാ. നമ്മളിത് രണ്ടും വേണ്ട. നമ്മൾ മത സൗഹാർദ്ദവാദിയായാൽ മതി. അതായത് മതേതരവാദി എന്ന് പറഞ്ഞാൽ എന്താ പലപ്പോഴും പറയുന്നത്, നമുക്ക് മതം വേണ്ട, ജാതി വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറയുന്നതാണ്. ഞാൻ എന്റെ ഈ നിലപാട് ഇപ്പൊ പറഞ്ഞതിനോട് യോജിക്കുന്നു. മത സൗഹാർദ്ദവാദം അതൊരു നല്ലൊരു കോൺസെപ്റ്റ്. ഞാൻ എത്രയോ പബ്ലിക്കലി പറയുന്ന ഒരാളാണ്. ഞാൻ മതേതരവാദി അല്ല, പകരം ഞാൻ മത സൗഹാർദ്ദവാദിയാണ്. കാര്യം എന്തുകൊണ്ടറിയാവോ? സ്വാമി അയ്യപ്പൻ, നമ്മുടെ ദൈവമായ സ്വാമി അയ്യപ്പൻ മത സൗഹാർദ്ദവാദിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ടീച്ചർ അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫറായ സ്വാമി വിവേകാനന്ദൻ മത സൗഹാർദ്ദവാദിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി മത സൗഹാർദ്ദവാദിയാണ്. ആ വാക്കാ വേണ്ടത്. ഇനി ഒരു കൗതുകം കൂടെ പറയട്ടെ. വിവേകാനന്ദ സ്വാമി, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു തത്വചിന്തകനാണ് വിവേകാനന്ദ സ്വാമി. ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഹിന്ദു ആശ്രമത്തിലാണ്. വേലൂർ മഠാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഡിസംബർ 24 ഹിന്ദു സന്യാസിമാർ കാവി ഉടുത്ത് കാഷായധാരികളായി നമ്മുടെ വിളക്ക് ആരതി എടുത്ത് യേശുക്രിസ്തുവിനും അമ്മ മറിയത്തിനും ഒഴിയുന്നതാണ്. നമുക്ക് മതേതരവാദിയാകണ്ട. ഇതറിയണ്ട, ഇത് ഹൈലൈറ്റ് ചെയ്താൽ മതി. നമ്മൾ മതേതരവാദിയാകണ്ട, മത സൗഹാർദ്ദവാദിയാകണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയുന്നത് 100% കറക്റ്റാണ്. ഞാനും ഒരു മത സൗഹാർദ്ദവാദിയായി. നമ്മളെ ചെറിയ പ്രായം മുതൽ ഒന്നെങ്കിൽ മതേതരവാദിയാകാൻ നിർബന്ധിക്കും, അല്ലെങ്കിൽ നമ്മൾ വർഗീയവാദിയായി പോകും. പകരം നേരെ തിരിച്ച് നമ്മൾ മത സൗഹാർദ്ദവാദിയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടുപേരെ പറയട്ടെ. ഒന്ന്, അതിലൊരാളാണ് ഉസ്താദ് അൻസാരി സുഫി. രണ്ടാണ് നമ്മുടെ മുസ്ലിം ലീഗ്. നമ്മുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് മുസ്ലിം ലീഗുകാർ അവരുടെ സ്വന്തം പാർട്ടി പിളർന്നാലും നാട് പിളരരുത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മുസ്ലിം ലീഗ് രണ്ട് പാർട്ടി ആവുന്നത്. ഈ കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ ഇവിടെ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്. പക്ഷെ ഈ പറയുന്ന കണക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കുഞ്ഞാലിക്കുട്ടി നായർ, നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആവുമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞ ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പങ്ങൾ. അതൊക്കെ എനിക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇത് ഓർത്തിരിക്കുക. ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഓരോ കാര്യം ചെയ്തത് ബോധപൂർവമാണ്. ബോധപൂർവം എന്ന് പറയാൻ കാരണം എന്താ അറിയാമോ? രാവിലെ ചെയ്യുന്ന ഒരു ഗുണമുള്ള എന്താണെന്നറിയാമോ? രാവിലെ ഈ നമ്മുടെ ഹിന്ദു പിള്ളേരായാലും അവർ വിവരം വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റായ ഒരു മെസ്സേജിലോട്ട് പോകരുത്. അപ്പൊ ചില കാര്യങ്ങൾ രാഹുൽ കേൾക്കുമ്പോൾ, രാഹുലിന്റെ ആ മെസ്സേജ് കേൾക്കുമ്പോൾ ശരിയാണ്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ മൂന്ന് പോയിന്റുകൾ ഏറ്റവും ക്വിക്കായിട്ട് പറയാം. 3 കാര്യങ്ങളെ നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ടുള്ളൂ. 3നും 1 രൂപ പോലും കാശും ചെലവാകില്ല. 3 കാര്യങ്ങളെ ഹിന്ദുക്കൾ ചെയ്യേണ്ടുള്ളൂ. 3നും 1 രൂപ പോലും ചെലവില്ല. ഒന്ന്, നിർബന്ധമായിട്ടും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച വേണം. 2, നിർബന്ധമായിട്ട് ചെറിയ പ്രായം 5 വയസ്സ് മുതൽ എന്തെങ്കിലും ഒരു ആത്മീയ പഠനം, രാവണനാകാം, ഗീതയാകാം, വിവേകാനന്ദനാകാം, ഗാന്ധിജി, എന്തെങ്കിലും ഇവരൊന്ന് പഠിക്കണം. കാര്യം എല്ലാവരും മത സൗഹാർദ്ദവാദികളാവും. അതാണ് 2. 3, ഇതേക്കാൾ നിർബന്ധം, ഇതുപോലെ തന്നെ നിർബന്ധം, ഇതിനേക്കാളല്ല ഇതുപോലെ തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിവാഹപൂർവ്വ വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യം എടുക്കണം. അത് അവരും തീർന്നില്ല. ഒരു വീട്ടിൽ മിനിമം 2 കുട്ടികൾ വേണം. കാരണം നമ്മുടെ ജനസംഖ്യ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് തിരുവിതാംകൂർ ഭാഗം, നമ്മൾ ഹിന്ദുക്കൾ കൂടുതലുള്ള തിരുവിതാംകൂർ ഭാഗം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിർബന്ധമായിട്ടും നമ്മൾ കൂടുതൽ, അതായത് കല്യാണം കുറച്ച് കറക്റ്റ് ഏജിൽ കഴിക്കണം, 2 പിള്ളേരുണ്ടാകും. ഈ പോയിന്റുകൾ അങ്ങ് നോക്കണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ സമ്മതിക്കാം. ഞാൻ സേവം ചെയ്തേക്കാം. ഓക്കെ രാവിലെ.